ഹൈറിച്ച് എന്ന ഫ്രോഡ് കമ്പനി എങ്ങനെയാണ് ആളുകളെ പറ്റിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഏകദേശം 5000 രൂപ വില വരുന്ന ഏതെങ്കിലും കുറച്ച് സാധനങ്ങൾ ഒരു പക്ക ഫ്രോഡ്. നിങ്ങളെ ചേർക്കാൻ വരുന്ന ആളെ അങ്ങനെയാണ് നമ്മൾ വിളിക്കുന്നത്. ആ ഫ്രോഡ് കുറേ മണ്ടന്മാരെ കൊണ്ട് 10000 രൂപയ്ക്ക് ഇത് വാങ്ങിപ്പിക്കുന്നു. ആ മണ്ടന്മാർ ഓരോരുത്തരും കുറേ മണ്ടന്മാരെ വീതം ചേർത്ത് അതേ സാധനം അതേ വിലക്ക് വാങ്ങിപ്പിക്കുന്നു. അങ്ങനെ വാങ്ങിയ മണ്ടന്മാർ വീണ്ടും വീണ്ടും അത് കുറേയധികം മരമണ്ടന്മാരെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നു. ഇതിനിടയ്ക്ക് ഫ്രോഡുകളും അവരുടെ തലവനും കുറേ മീറ്റിങ്ങുകൾ നടത്തും. മീറ്റിങ്ങുകൾക്കിടയിൽ പുതുതായി വന്ന മണ്ടന്മാരുടെ ആവേശം കൂട്ടാനായി ഗൂഗിളിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത റോൾസ് റോയ്സ് കാറിൻ്റെയും ഹാർലി ഡേവിഡ്സൺ ബൈക്കിൻ്റെയും ബുർജ് ഖലീഫയുടെയും പട്ടായയിലെ ബീച്ചുകളുടെയും ഒക്കെ ഫോട്ടോസ് കാണിക്കുകയും ചെയ്യും. പണിയെടുത്ത് കാശുണ്ടാക്കിയോ പഠിച്ച് നല്ല ജോലി കിട്ടിയോ അതൊക്കെ മേടിക്കാനും അവിടെയൊക്കെ പോകാനും പറ്റില്ല എന്നുറപ്പുള്ള ഈ മണ്ടന്മാർ എളുപ്പം പണിയായ ആളെ ചേർക്കൽ എന്നതിലേക്ക് ഇറങ്ങുന്നു. ഇങ്ങനെയാണ് ഹൈറിച്ച് പോലുള്ള കമ്പനികൾ കാശ് തട്ടിക്കുന്നത്. അതായത് ഒരു ഫ്രോഡും കുറച്ച് ലീഡർമാരും ചേർന്ന് കുറേ മണ്ടന്മാരെ പറ്റിച്ച് കാശുണ്ടാക്കുന്നു. പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലായ ഓരോ മണ്ടന്മാരും അവനവൻ്റെ കാശ് മുതലാക്കാൻ പുതിയ മരമണ്ടന്മാരെ ചേർക്കാൻ ശ്രമിക്കുന്നു. ഇത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, ഡയറക്റ്റ് മാർക്കറ്റിംഗ്, മണി ചെയിൻ ബിസിനസ്, ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് എന്നിങ്ങനെ പല ഓമന പേരുകളിലും അറിയപ്പെടുന്നു. ഒരാൾ 5000 രൂപയുടെ സാധനം 10000 രൂപയ്ക്ക് വാങ്ങിയാൽ കമ്പനിക്ക് 5000 രൂപ ലാഭമാണ്. അതിൽ നിന്നും ഒരു വിഹിതം അയാളെ ചേർത്തവർക്കും കൊടുക്കും. ചുരുക്കി പറഞ്ഞാൽ ഒരാൾ ഇപ്പോൾ അംഗത്വം എടുത്താൽ അയാൾക്ക് മുകളിൽ പറ്റിക്കപ്പെട്ട കുറേ പേർക്ക് കുറച്ച് പൈസ ലഭിക്കും. ശേഷം കുറേ പേരെ പറ്റിക്കാൻ അയാൾക്ക് പറ്റുമെങ്കിൽ അയാൾക്കും പൈസ കിട്ടും. ഇതാണ് ഹൈറിച്ച്. കൃത്യമായി പറഞ്ഞാൽ നിങ്ങൾ ഇതിലേക്ക് ചേർത്ത നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തിനോ അടുത്ത ബന്ധുവിനോ ഉണ്ടാകുന്ന നഷ്ടമാണ് നിങ്ങളുടെ ലാഭം. വ്യക്തിബന്ധങ്ങളെ ചൂഷണം ചെയ്തു മാത്രം വളരുന്ന ഒരു ചങ്ങലയാണ് ഹൈറിച്ച് എന്ന തട്ടിപ്പ് കമ്പനി. ഇത്തരം ഫ്രോഡുകൾ ഇനിയും നിങ്ങളുടെ മുന്നിൽ വരും. പറ്റില്ല എന്ന് മുഖത്ത് നോക്കി തന്നെ പറയണം. അല്ലാത്ത പക്ഷം ആ കമ്പനി വീണ്ടും വലുതാവുകയും കുറേ പാവങ്ങളുടെ ജീവിതം തന്നെ ഇല്ലാതാക്കുകയും ചെയ്യും. ഇപ്പോഴും സ്വത്തുക്കൾ ജപ്തി ചെയ്ത ഹൈറിച്ചിൻ്റെ മുതലാളി ശ്രീന പ്രതാപൻ സോഷ്യൽ മീഡിയയിൽ വാചക കസർത്ത് നടത്തുന്നുണ്ട്. ഞാൻ വിചാരിച്ചാൽ എന്നെ തോൽപ്പിക്കാനേ കഴിയൂ, മറ്റാരും വിചാരിച്ചാൽ കഴിയില്ല, തോൽക്കാൻ എനിക്ക് മനസ്സില്ല എന്നൊക്കെയാണ് കമൻറ്റുകൾ. അതിന് കീഴെ കുറേ മണ്ടന്മാർ വന്ന് ശ്രീനക്കും പ്രതാപനും ജയ് വിളിക്കുന്നുണ്ട്. എന്നാൽ 2 ദിവസമായി ഈ ജയ് വിളികൾ കുറഞ്ഞു വരികയാണ്. പലർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഹൈറിച്ച് ഇനി തിരികെ വരില്ലെന്നും തങ്ങളുടെ പൈസ പോയെന്നും. ഇപ്പോൾ ഹൈറിച്ച് കമ്പനിയിലെ തട്ടിപ്പിൻ്റെ ലീഡർ പറയുന്നത് മാർച്ച് മാസത്തോടെ നിങ്ങൾക്ക് വീണ്ടും ലാഭത്തിൻ്റെ ഷെയർ വന്നു തുടങ്ങുമെന്നാണ്. OTT ചാനൽ പുതിയ സീരീസ് ആരംഭിക്കുന്നുവെന്നും പറയുന്നുണ്ട്. പണ്ടെങ്ങും നടത്തിയ പ്രോഗ്രാമിൻ്റെ വീഡിയോ വീണ്ടും ഇട്ടുകൊണ്ടാണ് ഈ പ്രഹസനമൊക്കെ നടത്തുന്നത്. 5 ലക്ഷം വെച്ച് പിരിച്ചെടുത്ത 15000 കോടി രൂപ എങ്ങനെയാണ് പ്രതാപനും ശ്രീനയും ചേർന്ന് 5 ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കുന്നത്? 200 മടങ്ങ് ലാഭം നിങ്ങൾ ഹൈറിച്ചിൽ പൈസ ഇട്ടവർക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത്? ഇപ്പോഴും അവർ വീഡിയോകൾ ഇടുന്നുണ്ട്. BMW, ബെൻസ്, ഓഡി കാറുകളിൽ ഹൈറിച്ചിൻ്റെ കൊടിയും വീശി വരുന്ന ഫ്രോഡുകളുടെ വീഡിയോ. പൈസ നഷ്ടപ്പെട്ടവർ അത് നോക്കി വെള്ളമിറക്കിയിരിക്കാതെ കയ്യിലുള്ള രേഖകളുമായി തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുക. ഈ തട്ടിപ്പ് പദ്ധതി പൊളിഞ്ഞു എന്ന് വ്യാപകമായി അറിയുന്നതോടെ മനക്കരുത്തില്ലാത്ത കുറേ പേർ കടുങ്കൈ ചെയ്യാനും സാധ്യതയുണ്ട്. ആ നിലക്കൊന്നും ചിന്തിക്കാതെ ഇരിക്കുക. നിങ്ങളുടെ കുറേ പണം മാത്രമല്ലേ പോയുള്ളൂ എന്ന് സമാധാനിക്കുക. എളുപ്പവഴിക്ക് ഒരിക്കലും കാശുണ്ടാക്കാൻ ആവില്ല എന്ന പരമമായ സത്യം നിങ്ങൾ തിരിച്ചറിയണം. ഇനിയൊരു ശ്രീനയും പ്രതാപനും കേരളത്തിൽ ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്.